വർഷിപ്പർ ആകണമെങ്കിൽ ദൈവത്തെ കണ്ടാലേ പറ്റും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ക്രിസ്മസിന് നമ്മൾ ഈ ഒരുങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് കർത്താവിനെ കാണണം. ആ പാട്ടില്ലേ, എനിക്ക് എൻ്റെ യേശുവിനെ കണ്ടാൽ മതി, എനിക്ക് എൻ്റെ യേശുവിനെ. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഒരാഗ്രഹം ഉണ്ടാവണം, കർത്താവ് എനിക്ക് നിന്നെ കാണണം. ഈ കൊച്ചുങ്ങളായിരുന്ന സമയത്തൊക്കെ നമ്മൾ പാടുന്ന പാട്ടായിരുന്നു. ഇപ്പൊ പാടുമെന്ന് അറിഞ്ഞൂടാ, പണ്ടൊക്കെ പാടേ, യേശുവിനെ കാണേണം, എനിക്ക് യേശുവിനെ കാണേണം, തീവ്രമായ ആശിപ്പു ഞാൻ, എനിക്ക് യേശുവിനെ കാണേണം. ഇങ്ങനെ, അതായത് എനിക്ക് തോന്നുന്നു ഇപ്പൊ അങ്ങനെയുള്ള പാട്ടുകളില്ലല്ലോ. ഈ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിൽ മനോഹരമായ ഒരു എപ്പിസോഡുണ്ട്. അദ്ദേഹം കുട്ടിയായിരുന്ന സമയത്താണ്, അദ്ദേഹം പള്ളിയിലിരിക്കുകയാണ്, ചെറിയ കുട്ടിയാണ്. അപ്പോ ക്രിസ്മസിന് വികാരിച്ചനാണോ അന്ന് വന്ന ആ അച്ഛൻ മണിക്കൂറുകളെടുത്ത് ഇങ്ങനെ പറയുകയാണ്, ക്രിസ്മസിനെ കുറിച്ച് യേശുവിനെ കുറിച്ച് എല്ലാം ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ കുറെ നേരം കഴിഞ്ഞപ്പോൾ ഈ കൊച്ചു ഫ്രാൻസിസ് മടുത്തിട്ട് എഴുന്നേറ്റ് എങ്ങനെ പറയാ, അച്ഛാ കുറച്ചു നേരം ഒന്ന് മിണ്ടായിരിക്കാവോ, പുൽക്കൂട്ടിലെ ഉണ്ണീശോ പറയുന്നത് ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അച്ഛനൊന്നും മിണ്ടായിരിക്കാവോ ചോദിച്ചു. അപ്പോൾ നമ്മുടെ മനുഷ്യരുടെ സംസാരം കുറച്ചൊക്കെ ഒന്ന് നിർത്തിയിട്ട്, അല്ലെ അതൊക്കെ ശ്രദ്ധിക്കുന്നതിൽ നിന്ന് മാറിയിട്ട് നമുക്ക് ഇത് ആഗ്രഹിക്കാം, കർത്താവേ എനിക്ക് നിന്നെ കാണണം, എനിക്ക് നിന്നെ കേൾക്കണം, എനിക്ക്